നമസ്കാരം. ഭാരതീയ വ്യോമയാന മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവകരമായ പ്രതിസന്ധികളിലൊന്ന് പൈലറ്റുമാരുടെ അമിതമായ ജോലിഭാരവും അതുമൂലം അവർ അനുഭവിക്കുന്ന കടുത്ത ശാരീരിക മാനസിക സമ്മർദ്ദവുമാണ്. യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം വലിയ വർധനവ് രേഖപ്പെടുത്തുമ്പോഴും ആ വളർച്ചയ്ക്ക് ആനുപാതികമായ സുരക്ഷാ സംവിധാനങ്ങളോ ജീവനക്കാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന നിയമങ്ങളോ നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 2 വാണിജ്യ പൈലറ്റുമാർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട സംഭവം ഈ ചർച്ചകളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. വിമാന സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലെ മെല്ലപ്പോക്കും സ്വകാര്യ വിമാന കമ്പനികളുടെ ലാഭക്കൊതിയും പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിനൊപ്പം ആയിരക്കണക്കിന് യാത്രക്കാരുടെ സുരക്ഷയും ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏപ്രിൽ 29-ന് എയർ ഇന്ത്യ പൈലറ്റ് ക്യാപ്റ്റൻ തരുൺദീപ് സിംഗ് ബാലിയിൽ വെച്ചും ഏപ്രിൽ 30-ന് ആകാശ എയർ പൈലറ്റ് ക്യാപ്റ്റൻ അർജുൻ നായിഡു ബംഗളൂരുവിലെ പരിശീലനത്തിനിടയിൽ മരണപ്പെട്ടത് വ്യോമയാന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 50 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഈ പൈലറ്റുമാരുടെ അപ്രതീക്ഷിത വിയോഗം രാജ്യത്തെ പൈലറ്റുമാരുടെ ഫാറ്റിംഗ് അഥവാ കടുത്ത തളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ ശരിവെക്കുന്നതാണ്. 2023 ഓഗസ്റ്റ് മുതൽ ഇതുവരെ ഡ്യൂട്ടിക്കിടെ മരിച്ച പൈലറ്റുമാരുടെ എണ്ണം 5ആയി ഉയർന്നിരിക്കുന്നു. ഏവിയേഷൻ സേഫ്റ്റി NGOകൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആരോഗ്യപരമായ കാരണങ്ങളാൽ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന പൈലറ്റുമാരുടെ എണ്ണത്തിൽ 520% വർധനമാണ് കഴിഞ്ഞ 14 വർഷത്തിനിടെ മാത്രം ഉണ്ടായിരിക്കുന്നത്. കടുത്ത രക്തസമ്മർദ്ദം, ഉത്കണ്ഠ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ പൈലറ്റുമാരുടെ ഇടയിൽ പടരുന്നത് ഈ തൊഴിൽ മേഖലയിലെ അപകടകരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. പൈലറ്റുമാർക്ക് മതിയായ വിശ്രമം ഉറപ്പാക്കുന്നതിനായി 2024 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ നിയമങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പൈലറ്റുമാരുടെ ആഴ്ചയിലെ വിശ്രമ സമയം 36 മണിക്കൂറിൽ നിന്ന് 48 മണിക്കൂറായി വർദ്ധിപ്പിക്കുകയും രാത്രികാല ലാൻഡിങ്ങുകൾ ആഴ്ചയിൽ 2ആയി പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു ഈ നിയമം. എന്നാൽ വിമാന കമ്പനികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സർക്കാർ പലതവണ നീട്ടിവെച്ചു. കൂടുതൽ പൈലറ്റുമാരെ നിയമിക്കേണ്ടി വരുമെന്നും ഇത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ വിമാന കമ്പനികൾ വാദമായി ഉയർത്തിയിരുന്നത്. ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾക്ക് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് പലതവണ ഇളവുകൾ നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ മൂലം വിമാനങ്ങൾ വൈകുന്നത് ചൂണ്ടിക്കാട്ടിയും മറ്റും നൽകുന്ന ഇളവുകൾ പൈലറ്റുമാരുടെ വിശ്രമവേളകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നിർബന്ധിത ആഴ്ച അവധിക്ക് പകരമായി ലീവുകൾ നൽകുന്ന രീതിയും വിമാന കമ്പനികൾ ദുരുപയോഗം ചെയ്യുന്നു. ജോലിഭാരം മൂലം തളർച്ച അനുഭവിക്കുന്നതിനായി റിപ്പോർട്ട് ചെയ്യുന്ന പൈലറ്റുമാരെ വിമാന കമ്പനികൾ ശിക്ഷിക്കുന്ന പ്രവണതയുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ നൽകുന്ന പൈലറ്റുമാരെ വരുമാനം കുറഞ്ഞ ആഭ്യന്തര സർവീസുകളിലേക്ക് മാറ്റുന്നതും അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി മുദ്രകുത്തുന്നതും പൈലറ്റുമാരെ നിശബ്ദരാക്കുന്നു. തങ്ങളുടെ തൊഴിലിനെയും വരുമാനത്തെയും ബാധിക്കുമെന്ന ഭയത്താൽ പലരും കടുത്ത ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും ജോലി തുടരുവാൻ നിർബന്ധിതരാകുന്നു. ഇന്ത്യൻ വ്യോമയാന മേഖല 10 വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികം വളർച്ച നേടി എങ്കിലും ആ വളർച്ചയ്ക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പരാജയമാണ് സംഭവിക്കുന്നത്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ ബജറ്റിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പോലെയുള്ള സുപ്രധാന സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതും സുരക്ഷാ ക്രമീകരണങ്ങളെ ബാധിക്കുന്നു. കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം തകർന്ന് 260 പേർ മരിച്ച അപകടം ഉൾപ്പെടെയുള്ളവ ഈ മേഖലയിലെ സുരക്ഷാ വീഴ്ചകളുടെ തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പൈലറ്റുമാരുടെ ജീവൻ പണയപ്പെടുത്തിയും യാത്രക്കാരുടെ സുരക്ഷ അവഗണിച്ചും നടത്തുന്ന ഇത്തരം സർവീസുകൾ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. മതിയായ വിശ്രമവും ആരോഗ്യകരമായ തൊഴിൽ സാഹചര്യവും ഉറപ്പാക്കാതെ ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കില്ലെന്ന് ഈ പുതിയ സംഭവ വികാസങ്ങൾ അടിവരയിട്ട് പറയുന്നു. വ്യോമയാന മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളും പൈലറ്റുമാരുടെ ജോലിഭാരവും ചർച്ചയാകുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചോ മരണങ്ങളെക്കുറിച്ചോ വിവിധ തരത്തിലുള്ള സംശയങ്ങളാണ് വരുന്നത്. എന്നാൽ വസ്തുതകളെയും ലഭ്യമായ തെളിവുകളെയും അടിസ്ഥാനമാക്കി ഇത്തരം കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പൈലറ്റുമാരുടെ മരണവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങളിൽ തീവ്രവാദപരമായ നീക്കങ്ങളോ ജിഹാദി ഗ്രൂപ്പുകളുടെ സാന്നിധ്യമോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ചോദ്യത്തെ ഗൗരവകരമായ അന്വേഷണങ്ങളുടെയും ശാസ്ത്രീയമായ നിഗമനങ്ങളുടെയും പശ്ചാത്തലത്തിൽ വേണം പരിശോധിക്കുവാൻ. ലോക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പല അധ്യായങ്ങളും പരിശോധിച്ചാൽ വ്യോമയാന മേഖലയെയും അതിലെ പ്രധാനികളായ പൈലറ്റുമാരെയും ഭീകര സംഘടനകൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ഉപയോഗിച്ച നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൈലറ്റുമാരെ നേരിട്ട് വധിക്കുക എന്നതിലുപരി വിമാനങ്ങൾ റാഞ്ചുന്നതിലൂടെയും പൈലറ്റുമാരെ തോക്കിൻ മുനയിൽ നിർത്തി വിമാനം നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെയുമാണ് ഭീകരർ തങ്ങളുടെ രാഷ്ട്രീയവും വർഗീയവുമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വ്യോമയാന സുരക്ഷയുടെ നട്ടെല്ലായ പൈലറ്റുമാരെ ബന്ദികളാക്കുന്നതിലൂടെയും ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ തങ്ങളിലേക്ക് തിരിക്കുവാനും സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാനും സാധിക്കുമെന്ന ഭീകരരുടെ തിരിച്ചറിവാണ് ഇത്തരം സംഭവങ്ങൾ ചരിത്രത്തിൽ ഉൾക്കൊള്ളുവാൻ കാരണം. പൈലറ്റുമാരെ ഭീകരർ ലക്ഷ്യമിട്ട ചരിത്രത്തിലെ ഏറ്റവും പ്രമാദമായ സംഭവം 2001 സെപ്റ്റംബർ 11-ന് അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണമാണ്. അൽ ഖ്വയ്ദ ഭീകരർ വിമാനങ്ങൾ റാഞ്ചുകയും പൈലറ്റുമാരെ ക്രൂരമായി കൊലപ്പെടുത്തുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്ത ശേഷം
ഭീകരർ തന്നെ വിമാനങ്ങൾ നിയന്ത്രിക്കുകയുമായിരുന്നു. വിമാനത്തിൻ്റെ യഥാർത്ഥ പൈലറ്റുമാരെ വധിച്ച ശേഷം പൈലറ്റിൻ്റെ സീറ്റിൽ ഭീകരർ ഇരുന്ന് വിമാനം ലോകവ്യാപാര കേന്ദ്രത്തിലേക്ക് ഇടിച്ചിറക്കിയ ആ സംഭവം പൈലറ്റുമാരുടെ സുരക്ഷയെക്കുറിച്ച് ലോകരാജ്യങ്ങളെ വീണ്ടും ചിന്തിപ്പിച്ചു. പൈലറ്റുമാരെ ഇല്ലാതാക്കിയാൽ ഒരു വിമാനത്തെ മുഴുവൻ നിശ്ചലമാക്കാമെന്നും അല്ലെങ്കിൽ വിമാനത്തെ മാരകമായ ആയുധമാക്കി മാറ്റാമെന്നും ഈ സംഭവം തെളിച്ചു. പൈലറ്റുമാരുടെ ക്യാബിൻ പുറത്തുനിന്ന് ആർക്കും തുറക്കാൻ കഴിയാത്ത രീതിയിൽ ബലപ്പെടുത്തിയതും ഈ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഏതൊരു ദുരന്തം നടക്കുമ്പോഴും അതിന് പിന്നിലെ ബാഹ്യശക്തികളുടെ ഇടപെടൽ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കാറുണ്ട് എങ്കിലും ഇപ്പോഴത്തെ സംഭവത്തിൽ പൈലറ്റുമാരുടെ മരണത്തിന് പിന്നിൽ അമിതമായ ജോലിഭാരവും ശാരീരിക തളർച്ചയുമാണ് എന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വിമാനയാത്രയുടെ സുരക്ഷ എന്നത് പൈലറ്റുമാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ വലിയ തോതിൽ ആശ്രയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 പൈലറ്റുമാർ ഡ്യൂട്ടിക്കിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട സംഭവം പരിശോധിച്ചാൽ അതിൽ അസ്വാഭാവികമായ അട്ടിമറി നീക്കങ്ങളോ ഭീകരവാദ ബന്ധങ്ങളോ ഉള്ളതായി ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. മറിച്ച് ഇതിനെ ഒരു തൊഴിൽപരമായ ആരോഗ്യ പ്രതിസന്ധി ആയിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. തുടർച്ചയായ വിമാനയാത്രകൾ, കൃത്യമായ ഉറക്കം ലഭിക്കാത്ത സാഹചര്യം, വ്യത്യസ്ത സമയമേഖലകളിലൂടെയുള്ള യാത്രകൾ എന്നിവ പൈലറ്റുമാരുടെ ജൈവ ഘടികാരത്തെ സാരമായി ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള കടുത്ത സമ്മർദ്ദം ഹൃദയാഘാതം പോലെയുള്ള ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തീവ്രവാദ നീക്കങ്ങൾ സാധാരണയായി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ പൈലറ്റുമാർ മരണപ്പെടുന്നത് ഹൃദയാഘാതം മൂലമാണെന്ന് വൈദ്യപരിശോധനയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വിമാന കമ്പനികൾ ലാഭമുണ്ടാക്കാനായി പൈലറ്റുമാരുടെ വിശ്രമ സമയം വെട്ടിക്കുറയ്ക്കുന്നതും നിലവിലുള്ള സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കാൻ മടിക്കുന്നതുമാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ. ഭീകരവാദ ബന്ധം ആരോപിക്കുന്നത് യഥാർത്ഥ പ്രശ്നമായ പൈലറ്റ് ഫാറ്റിംഗ് എന്ന അവസ്ഥയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിയമലംഘനങ്ങളും ഭരണകൂടത്തിൻ്റെ മെല്ലെപ്പോക്കുമാണ് പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കുന്നത്. ഇതിനെ ഒരു സുരക്ഷാ വീഴ്ചയായി കാണാമെങ്കിലും അത് തീവ്രവാദപരമായ അട്ടിമറിയായി കണക്കാൻ തക്ക തെളിവുകളില്ല. ലോകമെമ്പാടുമുള്ള വ്യോമയാന ചരിത്രം പരിശോധിച്ചാൽ പൈലറ്റുമാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശാസ്ത്രീയമായ വിശ്രമ ക്രമീകരണങ്ങളും പൈലറ്റുമാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള കർശന നിയമങ്ങളുമാണ് വേണ്ടത്. അനാവശ്യമായ ഭീതി പടർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പൈലറ്റുമാർക്കിടയിൽ കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കാൻ മാത്രമേ കാരണമാകൂ. നിലവിൽ DGCA പോലെയുള്ള റെഗുലേറ്ററി ബോഡികൾ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം ക്രമീകരിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയാണ് ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നത്. ഇതിനെതിരെയുള്ള പൈലറ്റുമാരുടെ പ്രതിഷേധങ്ങളെയും നിയമപരമായ പോരാട്ടങ്ങളെയും വർഗീയമായോ ഭീകരവാദപരമായോ ചിത്രീകരിക്കാൻ സാധിക്കില്ല. ചുരുക്കത്തിൽ പൈലറ്റുമാരുടെ വിയോഗം ഉയർത്തുന്നത് വ്യോമയാന മേഖലയിലെ മാനുഷിക വിഭവ പരിപാലനത്തിലെ പോരായ്മകളെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ്. ഇതിന് പിന്നിൽ ജിഹാദി നീക്കങ്ങളോ ഭീകരവാദമോ ഉണ്ട് എന്നതിന് നിലവിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു രാജ്യത്തിൻ്റെ വ്യോമയാന സുരക്ഷ ഉറപ്പാക്കാൻ പൈലറ്റുമാർക്ക് അർഹമായ വിശ്രമവും മികച്ച തൊഴിൽ സാഹചര്യവും നൽകുകയാണ് വേണ്ടത്. ഇത്തരം ദൗർഭാഗ്യപരമായ സംഭവങ്ങളെ ശാസ്ത്രീയമായും നിയമപരമായും വിശകലനം ചെയ്യുന്നതിലൂടെ മാത്രമേ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അമിതമായ ജോലിഭാരം മൂലം പൈലറ്റുമാർ അനുഭവിക്കുന്ന നിശബ്ദമായ വേദനകളെ തിരിച്ചറിയുകയാണ് ഇതിന് പരിഹാരമായി കാണേണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.